ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21, 23, 24 വചനങ്ങൾ ഈശോയെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവരും ഈശോയെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എനിക്കെന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവരും മനസ്സിരുത്തി വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. വാക്യം 21 ഈശോ ഇപ്രകാരം പറയുന്നു: എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. വാക്യം 23 അവിടുന്ന് പറയുന്നു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. 24-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് ഹൃദയം തുറന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശോ പറയുകയാണ്: എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. 4 സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ രത്നച്ചുരുക്കമായ മലയിലെ പ്രസംഗം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നാം ശാന്തമായൊന്ന് മനസ്സിരുത്തി വായിക്കണം. എന്നിട്ട് ചിന്തിക്കണം, ഇതിൽ എത്ര വചനങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാലിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എൻ്റെ ഒരു സാക്ഷ്യം ഇപ്രകാരമാണ്. ഒരു നവീകരണ ധ്യാനം കൂടി ഈശോയെ തീക്ഷ്ണമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് മത്തായി 5, 6, 7 അധ്യായങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, വചനം പാലിക്കേണ്ടത് ഒരവശ്യ കാര്യമായി എനിക്ക് തോന്നിയിരുന്നുമില്ല. 10 കൽപ്പനകളിൽ പറയുന്ന മാരകപാവങ്ങൾ ചെയ്യാതിരിക്കുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ. വചനജീവിതത്തെ തൻ്റെ ജീവിതശൈലിയാക്കിയിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം വായിച്ചു തുടങ്ങിയപ്പോഴാണ് വചനജീവിതം ഞാൻ ഗൗരവമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇത് കേൾക്കുന്ന നിങ്ങൾ സ്വയം ആത്മശോധന ചെയ്യുക. വചനങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ എത്രമാത്രം ശ്രദ്ധയുള്ള വ്യക്തിയാണ്? ഈശോയെ സ്നേഹിക്കുന്നതിൽ വചനം ജീവിക്കേണ്ടത് ഒരത്യാവശ്യ കാര്യമായി ഞാൻ കരുതുന്നുണ്ടോ? ഇതിൻ്റെ മറുവശം കൂടി നാം ധ്യാനിക്കണം. ഈശോയുടെ വചനം പാലിക്കാതിരിക്കുമ്പോൾ ഞാൻ ഈശോയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വചനം പാലിക്കാതിരിക്കുന്നത്, അവിടുത്തെ വചനം പാലിക്കാതിരുന്ന് അവിടുത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞെട്ടലോടെ തന്നെ നാം തിരിച്ചറിയേണ്ടതാണ്. ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരാത്തത് ഈശോയുടെ കുഴപ്പമല്ല, സ്വന്തം കുറ്റം മൂലമാണ് എന്ന് നാം ഗൗരവപൂർവ്വം തിരിച്ചറിയണം. ഈശോയെ സ്നേഹിക്കുന്നതിനും വചനം ജീവിക്കുന്നതിനും എപ്രകാരം നമുക്ക് സാധിക്കും, അതെങ്ങനെ സാധിക്കുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കായി കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഒരു ധ്യാന ശുശ്രൂഷ നടത്തുകയാണ്. എൻ്റെ ഈശോ എൻ്റെ സർവസ്വവും എന്ന ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഈശോയെ സ്നേഹിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരായി മാറുമെന്ന് തീർച്ചയാണ്. ലൗകിക ജീവിതം നയിക്കുന്നതിൻ്റെയും പ്രാർത്ഥനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ശുശ്രൂഷാതിരക്കുകളുടെയൊക്കെ ഇടയിൽ ഈശോ എന്ന വ്യക്തിയെ സ്നേഹിക്കുന്നതിൽ പരാജയപ്പെട്ടത് കണ്ടെത്തുവാനും ശരിയായ ക്രമത്തിൽ ഈശോയെ സ്നേഹിക്കുവാൻ സമർപ്പിക്കുവാനും ഈ ധ്യാനം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. ഫിലിപ്പിയർ ലേഖനം 4:19 എല്ലാവർക്കും അറിവുള്ളതാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രിയപ്പെട്ടവരെ, ദൈവപിതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വഴിയായ, ഏക വഴിയായ ഈശോയുമായിട്ടുള്ള ശരിയായ ബന്ധമില്ലായ്മയാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന തടസ്സമെന്ന് തിരിച്ചറിഞ്ഞ് ഈശോയോടുള്ള ബന്ധമില്ലായ്മ പരിഹരിച്ച് ആവശ്യമായിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി ഏവരെയും ഈ ധ്യാനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ നൽകുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുക. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.